പ്രണയമഴ ഭാഗം 4. താൻ സാവിത്രിയെ കാണാൻ പോകാനുള്ള വഴിയിലൂടെ എല്ലാം നടന്നു. പക്ഷെ അവളുടെ മുഖം ഇപ്പോൾ പൂർണ്ണമായിട്ടും തന്റെ മനസ്സിലേക്ക് തെളിയുന്നില്ല എന്നവന് തോന്നി. അവിടെ മഴയിൽ നനഞ്ഞ് വസ്ത്രങ്ങൾ ശരീരത്തിലൂടെ ഒട്ടി, മുടിയെല്ലാം നനഞ്ഞ് ചെറുപുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ഭദ്രയുടെ മുഖമാണ് തെളിഞ്ഞു വരുന്നത്. ആ ദേഷ്യത്തിലാണ് അവിടെ നിന്നും തിരിച്ച് തറവാട്ടിലേക്ക് വന്നതും തന്റെ റൂമിൽ വന്ന് കിടന്നതും. എങ്ങനെയൊക്കെയോ ഉറങ്ങിപ്പോയിരുന്നു. ദേ വീണ്ടും അവൾ എന്തിനാ എപ്പോഴും അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്? അവളുടെ രൂപം എനിക്കെന്ത് ഭ്രാന്ത് പിടിക്കുന്നു. അതേ ദേഷ്യത്തോടെ അവൻ അവിടെ ഇരുന്ന സോഫയിൽ മുന്നിലുള്ള ഗ്ലാസ് ടേബിളിലേക്ക് ആഞ്ഞടിച്ചു. അത് വലിയ ശബ്ദത്തോടെ ചിന്നിച്ചിതറി. ശബ്ദം കേട്ട് താഴെ നിന്നും കാശിയുടെ അനിയൻ ഓടി മുകളിലേക്ക് വന്നു. നിങ്ങൾ പോകണ്ട, വെറുതെ അങ്ങേരുടെ വായിൽ നിന്ന് കേൾക്കാൻ നിൽക്കണ്ട, അനിയന്റെ ഭാര്യ പറഞ്ഞുവെങ്കിലും അവൻ അതൊന്നും കാര്യമാക്കാതെ റൂമിലേക്ക് വന്നു. വാതിലിൽ തുടരെ തുടരെ കൊട്ടി. കുറെ സമയം കൊട്ടിയിട്ടും വാതിൽ തുറക്കാതെ ആയതും അവൻ തിരിച്ച് പടികൾ ഇറങ്ങി. താഴെ പുച്ഛത്തോടെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ഭാര്യയെ കണ്ടതും, എന്തു പറ്റി? ആ ശ്രീകോവിൽ തുറന്നില്ല അല്ലേ? അവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ ഏതാണെന്ന് നിങ്ങൾക്കറിയാലോ. ഉഗ്രകോപിയായ ഭഗവാൻ ശിവനാണ്. നിങ്ങൾ വിളിച്ചപ്പോൾ ആ നടവാതിൽ എങ്ങാനും തുറന്നിരുന്നെങ്കിൽ നിങ്ങളെ തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കിയേനെ അങ്ങേര്. അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. താഴത്തെ പടികളിൽ നിന്നിട്ടും കാശിയുടെ അനിയൻ ദേവനാഥൻ തിരിഞ്ഞ് മുകളിലേക്ക് തന്നെ നോക്കി. അവന് തന്റെ സഹോദരന്റെ അവസ്ഥയില് സങ്കടമുണ്ട്. പക്ഷേ എത്ര പറഞ്ഞിട്ടും ഏട്ടൻ വിശ്വസിക്കുന്നില്ല എന്നുള്ള വിഷമവും ഉണ്ട്. കുറ്റപ്പെടുത്താനും തോന്നുന്നില്ല. അവൻ അങ്ങനെ തന്നെ നിന്നു. കുറച്ചു കഴിയുമ്പോൾ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് അവൻ താഴേക്ക് ഇറങ്ങിപ്പോയി. ഇതേ സമയം കാശിനാഥൻ അങ്ങനെ തന്നെ മുറിയിൽ നിലത്ത് ചാരിയിരുന്നു. ഗ്ലാസ് ടേബിൾ ചിന്നിച്ചിതറിയന്റെ കഷ്ണങ്ങൾ അവന്റെ കയ്യിൽ കുത്തിക്കയറിയിരുന്നു. അവന്റെ കയ്യിൽ നിന്നും ചോര പതുക്കെ ഒഴുകി തറയിൽ ചുവന്ന തുള്ളികൾ വീണ് പടർന്നു. പക്ഷെ അവൻ അതുപോലും ശ്രദ്ധിച്ചില്ല. അവന്റെ കണ്ണുകൾ ശൂന്യമായിരുന്നു. മനസ്സ് നിയന്ത്രണം വിട്ട ഒരു കൊടുങ്കാറ്റ് പോലെ. ടേബിളിന്റെ അരികിൽ കിടന്നിരുന്ന മദ്യക്കുപ്പിയെടുത്ത് ഗ്ലാസ്സിലേക്ക് പോലും ഒഴിക്കാതെ നേരി കുടിച്ചു. മദ്യത്തിന്റെ കാഠിന്യം അവന്റെ ഉള്ളിലേക്ക് കയറിയെങ്കിലും അവന്റെ ഉള്ളിലെ തീ അണഞ്ഞില്ല. ഭദ്ര. അവന്റെ അധരങ്ങൾ പതുക്കെ ആ പേര് ഉരുവിട്ടുകൊണ്ടിരുന്നു. അവന്റെ കണ്ണുകൾ കോപത്തിൽ ചുവന്നു. എന്തിനാ നീ എപ്പോഴും എന്റെ മുന്നിൽ വരുന്നത്? അവൻ പല്ലുകൾ മുറുക്കി. എന്റെ മനസ്സിന്റെ താളം തെറ്റിക്കുന്നുണ്ട് നീ. അവന്റെ കൈ വീണ്ടും മുറുകി. കുത്തിക്കയറിയ ഗ്ലാസ് കഷ്ണങ്ങൾ പിന്നെയും ആഴത്തിൽ കയറി. വേദന ശരീരത്തിലൂടെ പടർന്നെങ്കിലും അവൻ അതിൽ ആശ്വാസം കണ്ടെത്തുന്നത് പോലെ. വീണ്ടും ഒരു വലിയ സിപ്പ് മദ്യം അവൻ കുടിച്ചു. പതിയെ അവന്റെ കണ്ണുകൾ മങ്ങിത്തുടങ്ങി. ശ്വാസം ഭാരമായി. മദ്യവും വേദനയും ഓർമ്മകളും ചേർന്ന് അവനെ ഒടുവിൽ കീഴടക്കി. അവൻ അങ്ങനെ തന്നെ നിലത്ത് ചാരി ബോധം മറിഞ്ഞ് ഉറങ്ങിപ്പോയി. അതേസമയം അതൊന്നും അറിയാതെ ഭദ്ര തന്റെ ലോകത്ത് ശാന്തമായി ഉറക്കത്തിലായിരുന്നു. രാവിലെ മുറിയിലുള്ള കർട്ടന്റെ ഇടയിലൂടെ സൂര്യപ്രകാശം പതുക്കെ അകത്തേക്ക് കടന്നു. കിടക്കയുടെ അരികിൽ ചാരി തന്നെ കാശിനാഥൻ കിടക്കുന്നുണ്ട്. അവൻ മദ്യത്തിന്റെ ക്ഷീണത്തിൽ മയങ്ങിപ്പോയിട്ട് പിന്നെ കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. സൂര്യപ്രകാശം കണ്ണിലേക്ക് അടിച്ചപ്പോൾ അവന്റെ കണ്ണ് ഒന്ന് ചുളുങ്ങി. അവൻ കണ്ണ് തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് എളുപ്പമല്ലായിരുന്നു. കണ്ണിമകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ച പോലെ, തലക്കുള്ളിൽ ഒരു ഭാരം, തല പൊട്ടുന്നത് പോലെ. അവനൊന്ന് ദീർഘനിശ്വാസം വിട്ടു. വീണ്ടും കണ്ണുകൾ തുറക്കാൻ അവൻ ശ്രമിച്ചു. പതുക്കെ കണ്ണുകൾ ചിമ്മി ചിമ്മി ഒരുപാട് ബുദ്ധിമുട്ടോടെ കാശി കണ്ണു തുറന്നു. പ്രകാശം കണ്ണിൽ കുത്തിയപ്പോൾ അവൻ വേദനയോടെ കണ്ണുകൾ വീണ്ടും അടച്ചു. ഷിറ്റ്! അവന്റെ അധരങ്ങളിൽ നിന്നൊരു മുറുമുറുപ്പ് പുറത്തേക്ക് വന്നു. ശരീരം ഒന്ന് അനക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു തീ പിടിച്ച പോലെ വേദന. അവന്റെ വലത് കൈയിൽ നിന്ന് അവൻ പെട്ടെന്ന് കണ്ണു തുറന്നു. വേദന എടുക്കുന്ന കൈയുടെ ഭാഗത്തേക്ക് അവൻ നോക്കി. കൈ മുഴുവൻ ഉണങ്ങിയ രക്തം. ചില്ല് കഷ്ണങ്ങളിൽ ചിലത് ഇപ്പോഴും കൈക്കുള്ളിൽ കുത്തിയിരിക്കുന്നുണ്ട്. രാത്രിയിൽ ഒഴുകിയ രക്തം ഇപ്പോൾ കട്ടയായി കട്ട പിടിച്ച് മുറിവിന്റെ ചുറ്റും ചേർന്നിരിക്കുന്നു. കുറച്ചുനേരം അവൻ മിണ്ടാതെ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. വേദന നന്നായി തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ശക്തമായിട്ടാണ് അവന്റെ ഉള്ളിലെ വേദന. അവൻ പതുക്കെ എഴുന്നേക്കാൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ ശരീരം സമ്മതിക്കുന്നില്ല. തല ചുറ്റൽ പോലെ തോന്നുന്നു. അതുകൊണ്ട് അവൻ വീണ്ടും ഇരുന്നു. കുറച്ചു നിമിഷങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ ശ്വാസം സാധാരണ നിലയിലാക്കി. പിന്നെ വേദന കടിച്ചു പിടിച്ച് അവൻ എഴുന്നേറ്റു. ബെഡിൽ കൈ കുത്തിക്കൊണ്ട് എവിടെയൊക്കെയോ പിടിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു. പതുക്കെ അവൻ വാഷ്റൂമിലേക്ക് നടന്നു. അവൻ വാഷ്റൂമിൽ ചെന്ന് ടാപ്പ് തുറന്നു. തണുത്ത വെള്ളം കയ്യിൽ പതിക്കുമ്പോൾ എന്തോ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നത് പോലെ ഒരു വേദന അവനിലേക്ക് പടർന്നു. അവന്റെ പല്ലുകൾ മുറുകി.
കൈ വെള്ളത്തിന്റെ കീഴിൽ പിടിച്ചു. ഉണങ്ങിയ രക്തം പതുക്കെ അലിഞ്ഞിറങ്ങി. ചില്ലി കഷ്ണങ്ങളിൽ ചിലത് സ്വയം പുറത്തു വന്നു. ചിലത് അവൻ തന്നെയാണ് പിൻസെറ്റ് എടുത്ത് പുറത്തെടുത്തത്. ഒരു ഡോക്ടർ ആയതിനാൽ മുറിവ് ക്ലീൻ ചെയ്യാനും ഗ്ലാസ് റിമൂവ് ചെയ്യാനും അവൻ അറിയാം. വേദന കഠിനമായി. പക്ഷേ അവൻ ഒരു ശബ്ദവും പുറത്തേക്ക് വിട്ടില്ല. അവൻ ആന്റിസെപ്റ്റിക് എടുത്തു, മുറിവിലൊഴിച്ചു. ഒരു കത്തുന്ന വേദന. പക്ഷേ അവൻ സഹിച്ചു. പിന്നെ മുറിവ് കെട്ടി. അവൻ ഷവർ തുറന്നു. തണുത്ത വെള്ളം തലയിൽ പതിച്ചു. വെള്ളം മുഖത്തിലൂടെ ഒഴുകി. കണ്ണുകൾ അടഞ്ഞു. അവൻ അങ്ങനെ തന്നെ നിന്നു. നേരം കുറെ പോയിക്കൊണ്ടിരുന്നു. ഷവറിൽ നിന്നും വെള്ളം മഴയായി തലയിലേക്കും ദേഹത്തേക്കും പതിയുമ്പോൾ വീണ്ടും മനസ്സിൽ ഓർമ്മകൾ ഇരച്ചു കയറി വരുന്നു. അവൻ വീണ്ടും കണ്ണുകൾ മുറുക്കി അടച്ചു. ഭിത്തിയിലേക്ക് കൈകൾ കൊണ്ട് ഇടിച്ചു. വേദനയുണ്ട്. പക്ഷെ ഓർമ്മകൾക്ക് മുന്നിൽ ആ വേദന അവന് ഒന്നുമല്ലാത്തതുപോലെ തോന്നി. മഴ, പിങ്ക് സാരി, അവൾ. പക്ഷെ മുഖം സാവിത്രിയുടെ അല്ല, ഭദ്ര. അവൻ കണ്ണുകൾ പെട്ടെന്ന് തുറന്നു. അവന് വല്ലാത്ത ദേഷ്യം തോന്നി. എന്തിനാ നീ എന്റെ തലയിൽ വരുന്നത്? അവന്റെ ശ്വാസം വേഗത്തിലായി. സാവിത്രി, അവൻ പതുക്കെ പറഞ്ഞു. പക്ഷെ ആ പേര് പോലും മങ്ങിപ്പോകുന്നത് പോലെ അവന് തോന്നി. അത് അവനെ കൂടുതൽ ദേഷ്യത്തിനിടയാക്കി. കുറച്ചു നേരത്തിന് ശേഷം അവൻ ഷവർ ഓഫ് ചെയ്തു. ഫ്രഷായി പുറത്തു വന്നു. ഡ്രസ് ചെയ്തു. കൈ വീണ്ടും ശരിയായി കെട്ടിവെച്ച് ഷർട്ട് ധരിച്ചു. കണ്ണുകളിൽ പഴയതുപോലെ തിളക്കമില്ലാത്തതുപോലെ. കാശിനാഥൻ പടികൾ ഇറങ്ങുമ്പോൾ താഴെ ദേവനാഥൻ അവനെ നോക്കി നിന്നു. അവന്റെ കണ്ണുകളിൽ എന്തോ ഒരു ചോദ്യമുണ്ട്. പക്ഷേ കാശി ഒരു നോട്ടം പോലും അവന് കൊടുത്തില്ല. അവൻ നേരെ പുറത്തേക്ക് നടന്നു. കാർ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റിയറിംഗിൽ കൈവച്ചപ്പോൾ വേദന വീണ്ടും തോന്നി. പക്ഷേ അത് അവന് അവഗണിച്ചു. കാറ് മുന്നോട്ട് നീങ്ങി. അവൻ ഭദ്രയുടെ വീട്ടിലേക്ക് നോക്കിയില്ല. അതേസമയം ഭദ്ര രാവിലെ പതിവ് പോലെ വീട്ടിലെ ജോലികൾ എല്ലാം തീർത്തു. കുറച്ചുനേരം ഇന്നലെ ഒരുക്കിയ ഗാർഡനിൽ വന്നു നിന്നു. ചെടികളെല്ലാം ഒന്ന് നോക്കി. മോളെ, മതി നോക്കി നിന്നത്, ഹോസ്പിറ്റലിൽ പോകാൻ സമയമായി. ടീച്ചറമ്മ പറഞ്ഞത് കേട്ടതും അവൾ തിരിഞ്ഞ് ടീച്ചറമ്മയെ നോക്കി. പിന്നെ വേഗം ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായി. ഹോസ്പിറ്റലിലേക്ക് എത്തിയതോടെ ഭദ്ര പതിവ് പോലെ യൂണിഫോം ധരിച്ചു. നേരെ ഐസിയുയിലേക്ക് നടന്നു. കണ്ണനെ കാണാനായി ചെന്നു. കണ്ണൻ ബെഡിൽ ശാന്തമായി കിടക്കുകയായിരുന്നു. അവളെ കണ്ടതും അവന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇപ്പോ എങ്ങനെയുണ്ട് കണ്ണ? ഭദ്ര ചോദിച്ചു. ഓക്കെയാണ് ചേച്ചി, അവൻ പതുക്കെ പറഞ്ഞു. അവൾ ചാർട്ടുകൾ നോക്കി. വൈറ്റ്ലെസ് പരിശോധിച്ചു. നന്നായി റിക്കവർ ആകുന്നുണ്ട്. മിക്കവാറും 2-3 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാം. കണ്ണന്റെ വീട്ടുകാരോട് വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മരുന്നുകൾ, ഡയറ്റ് എല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു. ഡോക്ടർ സാർ എന്ന് കണ്ണന്റെ കൂടെയുണ്ടായിരുന്ന നേഴ്സ് പറഞ്ഞു. സാറ് നേരത്തെ വന്നു പോയോ? ഭദ്ര ചോദിച്ചു. കുറച്ചു നേരം കൂടി കണ്ണന്റെ അടുത്ത് നിന്ന ശേഷം അവൾ പുറത്തേക്ക് നടന്നു. അതേസമയം കാശിനാഥൻ തന്റെ ക്യാബിനിൽ തന്നെയായിരുന്നു. ഇന്ന് OP പേഷ്യൻസുകളുടെ നീണ്ട നിര തന്നെയുണ്ടായിരുന്നു. ഫയലുകൾ, കേസുകൾ എല്ലാം അവൻ ശ്രദ്ധയോടെ നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ അവന്റെ മനസ്സ് ഇവിടെയൊന്നുമല്ല. ഭദ്ര, അവൾ തന്റെ മുന്നിൽ വരരുത്. അവന് അവളെ കാണാൻ പോലും തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് രാവിലെ വന്നപ്പോൾ തന്നെ ഹെഡ് നേഴ്സിനെ വിളിച്ച് ഒരു കേസ് ഫയൽ അവൾക്ക് കൊടുക്കാനായി ഹെഡ് നേഴ്സിനെ അവൻ ഏൽപ്പിച്ചത്. ഭദ്ര കണ്ണനുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഹെഡ് നേഴ്സ് അവളുടെ അടുത്തേക്ക് വന്നു. ഭദ്ര, ഈ ഫയല് നിനക്ക് തരാൻ കാശിനാഥൻ സാർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഹെഡ് നേഴ്സ് ഒരു ഫയൽ കൊടുത്തു. ഭദ്ര അത് നോക്കി. ഇതൊന്ന് നോക്കണം. പ്രായമായ ഒരു അച്ഛന്റെ കേസാണ്. ഹാർട്ടിനാണ് പ്രശ്നം. ഭദ്ര ഫയൽ എടുത്ത് തുറന്നു. എല്ലാം ഒന്ന് നോക്കി. വീണ്ടും തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. അവൾ ആ വാർഡിലേക്ക് നടന്നു. ഒരു അപ്പച്ചൻ ബെഡിൽ കിടക്കുന്നുണ്ട്. മുഖത്ത് ക്ഷീണമുണ്ട്. അവളെ കണ്ടതും അദ്ദേഹം ഒന്ന് ചിരിച്ചു. അവൾ ആ അപ്പച്ചനുമായി കുറെ നേരം സംസാരിച്ചു. ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ് അദ്ദേഹമെന്ന് അവൾക്ക് മനസ്സിലായി. കാശിനാഥൻ പറഞ്ഞിരുന്ന മെഡിസിനും ടെസ്റ്റുകളും എല്ലാം അതിനിടയിൽ അവൾ നടത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് മടുപ്പ് തോന്നാത്ത വിധം അവൾ പെരുമാറിയത്. ലഞ്ച് ബ്രേക്ക് സമയം ഭദ്ര ഭക്ഷണം കഴിക്കാൻ പോകാനിരിക്കെ അവളുടെ ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ സംഗീത എന്ന് തെളിഞ്ഞു കണ്ടതും അവൾ ഫോൺ എടുത്തു. ഹലോ സംഗീത. അവൾ ഫോൺ എടുത്തതും അവിടെ നിന്ന് വന്ന വാക്കുകൾ കേട്ട് ഭദ്രയുടെ മുഖം തെളിഞ്ഞു. എന്ത്? നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ? നീ ഇവിടേക്ക് വരികയാണോ? അവളുടെ ശബ്ദത്തിൽ സന്തോഷം നിറഞ്ഞു. അതെ എന്റെ പെണ്ണെ. സംഗീത കോഴിക്കോട് തന്നെയാണ് പഠിച്ചത്. അവിടെയാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ പരിചയവും. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടേക്ക് വരണമെന്നത്. ഞാൻ വരുന്നു നിന്റെ അടുത്തേക്ക് എന്ന വാക്ക് കേട്ടതോടെ ഭദ്രയുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഇനി അവൾക്ക് കൂട്ട് ഒരാൾ കൂടി ഉണ്ടാകും.
കുറച്ചു നേരം കൂടി സംസാരിച്ചു. 2 ദിവസം കഴിഞ്ഞാൽ വന്ന് ജോയിൻ ചെയ്യും എന്ന് അവൾ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. ഉച്ച കഴിഞ്ഞ് ഭദ്ര തന്റെ ജോലിയുടെ തിരക്കിലായി. പക്ഷേ ഒരു കാര്യം, കാശിയെ ഇന്നവൾ അവിടെ വന്നിട്ട് കണ്ടിട്ടില്ല. അവൾക്കതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. കാശിനാഥന്റെ കണ്ണുകൾ ക്യാബിനിൽ ഇരിക്കുമ്പോഴും ഇടയ്ക്കിടെ ICUവിലെ CCTV ഫുട്ടേജിലേക്ക് നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഭദ്രയുടെ മുഖം സ്ക്രീനിൽ കണ്ടതും അവൻ പെട്ടെന്ന് തന്നെ മുഖം മാറ്റി, പല്ലുകൾ മുറുക്കി. അന്നത്തെ ദിവസം മുഴുവൻ അവൻ എല്ലാവരോടും ദേഷ്യത്തിലാണ് സംസാരിച്ചത്. അപ്പോഴാണ് അവന്റെ അടുത്തേക്ക് ഷാരോൺ വന്നത്. ആ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. അവന്റെ പഴയ കോളേജ് കൂട്ടുകാരി. കൂടാതെ അവന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് അവളുടെ വീടും. ചെറുപ്പം മുതലുള്ള ഒരു കൂട്ട്. അവനെയും രൂപേഷിനെയും മനസ്സിലാക്കുന്ന ഒരാള്. ഒരു നേഴ്സ് അറിഞ്ഞാണ് കാശി സാറിന്റെ കൈക്ക് പരിക്ക് പറ്റിയെന്ന്. അതുകൊണ്ടാണ് അവൾ വന്നത്. കാശി, അവൾ വിളിച്ചുകൊണ്ട് കാശിയുടെ ക്യാമ്പിലേക്ക് കയറി. അവൻ തല ഉയർത്തി നോക്കി. എന്താ നിന്റെ കയ്യില്? അതൊന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ്, അവൻ സാരമില്ലാത്തതുപോലെ പറഞ്ഞു. ഷാരൂൺ അവന്റെ കൈ പിടിച്ചു. ബാൻഡേജ് നീക്കി. ഇത് ആക്സിഡന്റോ? അവളുടെ ശബ്ദം ദേഷ്യത്തിലായി. ഗ്ലാസ് കയറിയതല്ലേ കാശി? കാശി ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അതെ. ഷാരോൺ ദീർഘനിശ്വാസം വിട്ടു. വാ, ഞാൻ ഡ്രസ് ചെയ്തു തരാം, അവൾ പറഞ്ഞു. വേണ്ട, ഞാൻ ചെയ്തു. കാശി, ഇത് ശരിയായിട്ടില്ല, അവൾ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. നിന്റെ പേഷ്യന്റ് ആണെന്ന് കരുതിയിരിക്കുക. അവൻ ഒന്നും പറയാതെ ഇരുന്നു. അവൾ നേഴ്സിനോട് ഡ്രസ്സിംഗ് ട്രേ കൊണ്ടുവരാൻ പറഞ്ഞു. മരുന്ന്, ഗ്ലൗസ്, ആന്റിസെപ്റ്റിക് അവൾ സൂക്ഷിച്ച് മുറിവ് ക്ലീൻ ചെയ്തു. കാശിയുടെ മുഖത്ത് വേദനയുടെ ഭാവമാറ്റം ഉണ്ടായി. അവൻ ഒന്നും പറഞ്ഞില്ല. ഭക്ഷണം കഴിച്ചോ? ഷാരോൺ ചോദിച്ചു. ഇല്ല. എന്താ? വിശക്കുന്നില്ല. അവൾ ചിരിച്ചുകൊണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, ഇപ്പൊ തന്നെ സമയം വൈകി. അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കി. വാ കഴിക്കാം, അവൾ വിളിച്ചു. വേണ്ട കാശി, വാടാ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, അവൾ പറഞ്ഞു. നീ പോയി കഴിച്ചോ, എനിക്ക് വേണ്ട. വീണ്ടും കാശി പറഞ്ഞു. ഇല്ല, നീ വരണം. ഒരു നിമിഷം അവൻ മിണ്ടാതെ നിന്നു. പിന്നെ താല്പര്യമില്ലാത്തതുപോലെ എഴുന്നേറ്റു. അവർ നേരെ ക്യാൻറ്റീനിലേക്ക് ആണ് പോയത്. രണ്ടുപേരും നടക്കുമ്പോൾ ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു മൗനമായിരുന്നു അവർക്കിടയിൽ. ഷാരോൺ ഇടയ്ക്കിടെ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. മധ്യാഹ്നത്തിലെ തിരക്ക് കുറച്ച് കുറഞ്ഞ സമയം. ക്യാൻറ്റീനിലെ കോണിലെ ഒരു ടേബിൾ. കാശിനാഥനും ഷാരോണും ഇരുന്നു. മുൻപിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം. പക്ഷേ കാശി കഴിക്കാതെ ഇരിക്കുന്നത് കണ്ടതും ഷാരോൺ അവനെ കുറച്ചുനേരം ശ്രദ്ധിച്ചു. നീ എന്താ കാശി ഉദ്ദേശിക്കുന്നത്? ഷാരോൺ ചോദിച്ചു. കാശി മുഖമുയർത്തി അവളെ നോക്കി. എന്ത്? ഇതെന്താ കാശി? അവൾ അവന്റെ കയ്യിലെ മുറിവിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. നീ നിന്നെ തന്നെയാ നശിപ്പിക്കുന്നത്. എന്തിനാ കാശി? അവൾ ചോദിച്ചു. അവൾ ചോദിച്ചു കഴിഞ്ഞതും കാശി ഒന്ന് ചിരിച്ചു. ഒരു തണുത്ത ചിരി. എനിക്ക് ഓക്കെ, ഫൈനാണ്. ഫൈനാണോ? ഷാരോൺ ചോദിച്ചു. രാത്രി മദ്യം, രാവിലെ മുറിവ്, ഭക്ഷണമില്ല, ആളുകളോട് സംസാരിക്കില്ല, സംസാരിച്ചാൽ തന്നെ അത് ദേഷ്യത്തിലാണ്. ഇത് ഫൈനാണോ കാശി? കാശി ഒന്നും പറഞ്ഞില്ല. ഇനിയും നീ അവളെ മറന്നിട്ടില്ല അല്ലേ? ഷാരോണിന്റെ ശബ്ദം വളരെ പതുക്കെയായിരുന്നു. ആ ചോദ്യം. സാവിത്രി. കാശിയുടെ വിരലുകൾ മേശയിൽ മുറുകി. അവളെ മറക്കാൻ എനിക്ക് സാധിക്കില്ല, അവൻ പതുക്കെ പറഞ്ഞു. അവളെ മറന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അതിനാണ് എല്ലാവരും കൂടി ശ്രമിക്കുന്നതും, അവൻ പറഞ്ഞു. അത് കേട്ടതും ഷാരോൺ ദീർഘനിശ്വാസം വിട്ടു. കാശി, അവൾ വിളിച്ചു. പക്ഷേ അവനത് ശ്രദ്ധിക്കാത്ത പോലെ ഇരുന്നു. അന്ന് ഞാൻ എത്തുമ്പോഴേക്കും അവന്റെ ശബ്ദം നിശബ്ദമായി പോയി. കണ്ണുകൾ നിറഞ്ഞു. അവൾ എന്നെ വിട്ടു പോയിരുന്നു. കുറച്ചുനേരം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. കാശി, നീ ഒരു ഡോക്ടറാണ്, 100 കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു ഡോക്ടർ. പക്ഷേ നീ നിന്റെ ജീവൻ നീ തന്നെ നശിപ്പിക്കുന്നു. അതും ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി. ഷാരോൺ പറഞ്ഞതും കാശി തല ഉയർത്തി അവളെ നോക്കി. കണ്ണുകളിൽ ഒരു വേദന, ഒരു ദേഷ്യം. എനിക്ക് ജീവനില്ല ഷാരോൺ, അത് അവൾ കൊണ്ടുപോയി. അതേസമയം ക്യാൻറ്റീന്റെ വാതിൽ തുറന്ന് ഭദ്ര അവളുടെ ലഞ്ച് ബോക്സും പിടിച്ചുകൊണ്ട് അവൾ ഇരിക്കാൻ ഒരു സ്ഥലം നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ കാശി ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയി. അതേ നിമിഷം തന്നെ മുന്നിലേക്ക് നോക്കിയ കാശി ഭദ്രയെ കണ്ടു. അവളെ മുന്നിൽ കണ്ട അതേ സമയം തന്നെ ആ സ്വപ്നം വീണ്ടും മനസ്സിലേക്ക് കടന്നു വന്നു. കാശിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഗ്ലാസ് അവന്റെ കൈക്കുള്ളിൽ പതിയെ മുറുകി. അവന്റെ ശ്വാസം വേഗമായി. ഭദ്ര. അവന്റെ പല്ലുകൾക്കിടയിൽ ആ പേര് ഞെരിഞ്ഞു.
അവനെ നോക്കി നിന്ന ഭദ്രയ്ക്ക് ആ നോട്ടം കണ്ടപ്പോൾ ഒരു പരിചിതമല്ലാത്ത തോന്നൽ, എന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നി അവൾക്ക്. കാശി, ഷാരോൺ വിളിച്ചു. പക്ഷേ അവൻ കേട്ടില്ല. കാശി പെട്ടെന്ന് എഴുന്നേറ്റു. കസേര പിന്നിലേക്ക് നീങ്ങി മറിഞ്ഞു വീണു വലിയ ശബ്ദത്തോടെ. ആ ശബ്ദം കേട്ട് ക്യാൻറ്റീനിൽ ഉള്ളവർ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ നേരെ ഭദ്രയുടെ അടുത്തേക്ക് നടന്നു. ഭദ്ര അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൾ അനങ്ങാതെ അവിടെ തന്നെ നിന്നു. അവൻ അവളുടെ മുന്നിൽ നിന്നു. പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് ദേഷ്യത്തോടെ നോക്കി. നീ? അവന്റെ ശബ്ദം മുറിഞ്ഞു. നീ ആരാ? അവന്റെ ചോദ്യം കേട്ടതും ഭദ്ര അമ്പരന്നു. സാർ. ഒരു നിമിഷം അവളുടെ ശബ്ദം പോലും അവന് ദൂരെ നിന്നായി കേൾക്കുന്നത് പോലെ തോന്നി. എന്തിനാ എപ്പോഴും എന്റെ മുന്നിൽ വരുന്നത്? അവൻ പതുക്കെ പറഞ്ഞു. അവന്റെ അപ്പോഴത്തെ ആ മുഖഭാവം കണ്ട് ഭദ്രയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ഞാൻ. അവൻ ഒരു അടി കൂടി അവൾക്ക് അടുത്തേക്ക് വന്നു. പറയ്, നീ ആരാണ്? സാർ, ഞാൻ. അവളുടെ ഹൃദയം ശക്തമായി മിടിച്ചു. അപ്പോഴേക്കും അവിടേക്ക് ഷാരോൺ ഓടി വന്നു. കാശി! അവന്റെ കയ്യിൽ പിടിച്ചു അവൾ. വാട്ട് ആർ യു ഡൂയിങ്? കാശി ഒരു നിമിഷം ഭദ്രയെ നോക്കി. പിന്നെ കണ്ണുകൾ അടച്ചു. മറുവശത്ത് സാവിത്രി. കണ്ണ് തുറക്കുമ്പോൾ വീണ്ടും ഭദ്ര. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ സോറി, അത്രയും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. ഭദ്ര അവിടെ തന്നെ സ്തംഭിച്ച പോലെ നിന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഹൃദയപൂർവ്വം എന്ന സ്റ്റോറിയുടെ നീണ്ടൊരു പാർട്ടുണ്ടല്ലോ, അത് ചുരുക്കി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് അതായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ശരിക്കും അതിൻ്റെ പുറകെയായിരുന്നു 2 ദിവസമായിട്ട്. എഴുതിയതൊക്കെ ഒന്നുകൂടി ഒന്ന് വീണ്ടും ചെക്ക് ചെയ്തിട്ട് വേണമല്ലോ. വലിയ ഒരു സ്റ്റോറി, 15 എപ്പിസോഡുള്ള സ്റ്റോറി 2 ഭാഗങ്ങളിലാക്കി ചുരുക്കി കൊണ്ടുവരണ്ടേ. അതിൻ്റെ ഒരു ഇതിലായിരുന്നു ഞാൻ ഇന്നലെ. അതുകൊണ്ടാട്ടോ ഈ സ്റ്റോറി ഇല്ലാഞ്ഞത്. എന്നാൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഹൃദയപൂർവ്വമായിരിക്കും. അത് കഴിയുമ്പോൾ താലിയോഗം തരാട്ടോ. അപ്പോൾ എല്ലാവരും കേൾക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.